REC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻവേർട്ടഡ് സ്പ്ലിറ്റേഴ്സിയുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. അപ്പോൾ യൂണിറ്റ് ഓൺ ആവുന്നില്ലായിരുന്നു. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റെബിലൈസർ ഓക്കെയാണ്, ഓൺ ആവുന്നുണ്ട്, അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇൻഡോർ യൂണിറ്റിൽ നിന്നും സ്റ്റെബിലൈസറേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻ കോഡ് വയർ എലി കടിച്ചു മുറിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓൺ ആകാത്തതെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ആ പോയ വയർ ഞാനത് വീണ്ടും ജോയിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ഓണാക്കി നോക്കി. അപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഫാൻ മോട്ടർ ഓണാകുന്നില്ല, അതുപോലെ തന്നെ സ്വീപ്പ് മോട്ടറും വർക്ക് ചെയ്യുന്നില്ല, ഡിസ്പ്ലേയും തെളിയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻഡോർ യൂണിറ്റിന് ഉള്ളിലുള്ള എന്തോ ഒരു പ്രോബ്ലമാണത്. അപ്പോൾ അതുകൊണ്ട് ഇൻഡോർ യൂണിറ്റിൻ്റെ കവർ റിമൂവ് ചെയ്തു. അതിന് ശേഷമുള്ള ഭാഗമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇവാപ്പറേറ്റർ ബ്ലോവർ മോട്ടറിൽ നിന്നും PCBയിലേക്ക് പോയിരിക്കുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള വയറാണ് കട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫാൻ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജോയിൻ ചെയ്തിട്ട് ഒന്നുകൂടെ പവർ സപ്ലൈ കൊടുത്ത് നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. പവർ സപ്ലൈ വീണ്ടും ഓൺ ചെയ്തു. അപ്പോൾ സ്റ്റെബിലൈസർ വഴി ആയതുകൊണ്ട് ഒരു 3 മിനിറ്റ് ഡിലേ ടൈമുണ്ട്. ആ ഡിലേ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇൻഡോർ യൂണിറ്റ് ഓൺ ആവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കസ്റ്റമർ യൂണിറ്റ് ഓൺ ആകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ടെക്നീഷ്യന്മാർ ചെക്ക് ചെയ്യേണ്ടത് പവർ ഔട്ട്ലെറ്റ്, പവർ സോക്കറ്റാണ്. അവിടെ സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പം വീട്ടിലെ വയറിങ്ങിൻ്റെ പ്രശ്നം കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ MCB ട്രിപ്പായത് കാരണം ചിലപ്പോൾ അവിടെ സപ്ലൈ വരുന്നുണ്ടാവില്ല. അതിനുശേഷം സ്റ്റെബിലൈസർ ചെക്ക് ചെയ്യുക. സ്റ്റെബിലൈസർ ഓണായി 3 മിനിറ്റിന് ശേഷം അതിൽ നിന്നുള്ള ഔട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇൻഡോർ യൂണിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെബിലൈസർ അല്പസമയം കഴിഞ്ഞപ്പം ഓണായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻഡോർ യൂണിറ്റ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഫാൻ മോട്ടർ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇൻഡോർ യൂണിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഔട്ട്ഡോർ യൂണിറ്റും ഓണായി. അപ്പോൾ ഓണായി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് തണുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്യാസ് അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ഈ കട്ടായി പോയ വയറെല്ലാം ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സോൾഡറിങ് ആണ് ചെയ്തത്. കാരണം കട്ടായി പോയ വയർ നമ്മൾ വെറുതെ കൈകൊണ്ട് പിരിച്ച് വെച്ച് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് വീണ്ടും ലൂസായിട്ട് പോകും. പിന്നെ ഇതുപോലെ ഷോർട്ട് സർക്യൂട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സോൾഡർ ചെയ്യാൻ തീരുമാനിച്ചത്. എൻ്റെ കയ്യിൽ സോൾഡറിങ് അയണും അതുപോലെ തന്നെ ഒരല്പം ലഡും ഉണ്ടായിരുന്നു. സോൾഡറിങ് അയണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോൾഡർ ചെയ്തതിന് ശേഷം ഞാൻ ആ ജോയിൻറ്റ് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുന്നതിന് പകരം ഹീറ്റ് ഷ്രിങ്ക് ട്യൂബ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മളത് ലൈറ്ററും കൊണ്ട് ഒരല്പം ചൂടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ജോയിൻറ്റ് നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കോഡ് വയറിൽ നമ്മൾ ഇതുപോലെ ജോയിൻറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പുതിയൊരു കോഡ് വയർ വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൽക്കാലത്തേനാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനുശേഷം നേരത്തെ നമ്മൾ ഫാൻ മോട്ടറിൽ നിന്ന് കട്ടായി പോയ ആ വയറും ഞാനിതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് അത് ഇൻസുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെയിൻ ഒരു പണി വന്നതെന്ന് പറഞ്ഞാൽ സ്വീപ്പ് മോട്ടറിൻ്റെയാണ്. അപ്പോൾ സ്വീപ്പ് മോട്ടറായിട്ട് സാധാരണയായിട്ട് എല്ലാ സ്പ്ലിറ്റേഴ്സിക്കകത്തും സ്റ്റെപ്പർ മോട്ടർ എന്ന് പറഞ്ഞ മോട്ടറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 4-5 വയറുകൾ വരും. അപ്പോൾ ആ വയറുകളെല്ലാം തന്നെ കട്ടായി പോയായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അതും ഇതുപോലെ തന്നെ ഞാനത് ഇൻസുലേഷൻ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ സ്ലീവ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അപ്പം അവിടെയും ഞാനിതുപോലെ തന്നെ സോൾഡർ ചെയ്തതിന് ശേഷം സ്ലീവ് ഇട്ട് ചൂടാക്കി നല്ലൊരു ടൈറ്റ് സ്ട്രോങ് ജോയിൻ്റ് ആക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇൻഡോർ യൂണിറ്റിൻ്റെ അകത്തെ വയറിങ് എലി കട്ട് ചെയ്ത് കളയുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സ്പ്ലിറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡ്രില്ല് ചെയ്യുന്ന ഹോള് അത് പുറത്തു നിന്ന് കറക്റ്റായിട്ട് അടയ്ക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ കേസിൽ വളരെ കുറച്ച് വയറുകൾ മാത്രമേ എലി കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ PCBയോട് അടുപ്പിച്ച് കാണുന്ന കണക്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് എലി വയറെല്ലാം കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്കിതുപോലെ ജോയിൻറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ലാതെ വരും. പിന്നെ നമുക്ക് ആ കണക്ടറും ആ വയറുൾപ്പെടെ നമുക്ക് മാറേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിർബന്ധമായിട്ടും പുറത്തു നിന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ അതല്ലെങ്കിൽ പുട്ടി ഉപയോഗിച്ച് നല്ലപോലെ അടയ്ക്കുക. അപ്പോൾ സ്വീപ്പ് മോട്ടർ ഞാൻ സോൾഡർ ചെയ്ത് റെഡിയാക്കി. അതിനുശേഷം അത് തിരിച്ചു വെക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ 2 സ്ക്രൂ കൊണ്ടാണ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 ടണ്ണിൻ്റെ സ്പ്ലിറ്റേഴ്സി ആണെങ്കിൽ ഇതുപോലെ ഒരു സ്വീപ്പ് മോട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. 1.5 ടണ്ണ് 2 ടണ്ണൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൽ 2 സ്വീപ്പ് മോട്ടറുകൾ ഉണ്ടാവും. അപ്പോൾ സ്വീപ്പ് മോട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും PCBയിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. അതിനുശേഷം PCBയുടെ മുകളിൽ കൂടെ 2 കവറുകൾ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറും അതിന് മുകളിൽ കൂടെ GI ഷീറ്റിന് മറ്റൊരു കവറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് അഴിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ച് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ അത് അഴിക്കുന്ന സമയത്ത് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം തിരിച്ചത് ആ കവറുകൾ തിരിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും യൂണിറ്റ് ഒന്നുകൂടെ ഓണാക്കി നോക്കി. അപ്പോൾ ഇൻഡോർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഔട്ട്ഡോർ യൂണിറ്റും ചെക്ക് ചെയ്ത് നോക്കി. ഔട്ട്ഡോർ യൂണിറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഗ്യാസ് ഉണ്ടായിരുന്നതുകൊണ്ട് കൂളിങ്ങിന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. RIC ടെക് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.